ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 4 നെക്സ്റ്റ് പാർട്ടാണ്. അതായത് റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ റൈറ്റ് ഷെയറുമായി ബന്ധപ്പെട്ട കാര്യം. എന്താണ് റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനി പുതുതായിട്ട് ക്യാപിറ്റൽ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ടും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കണം. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അവരുടെ നിലവിലുള്ള ഷെയറിൻ്റെ പ്രപ്പോർഷനിൽ തന്നെ അവർക്ക് കൊടുക്കണം. അങ്ങനെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പബ്ലിക്കിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പുതുതായിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൽ ഒരു റൈറ്റ് ഉണ്ട്. അങ്ങനെ കിട്ടുന്ന ഷെയറിനാണ് നമ്മൾ റൈറ്റ് ഷെയർ എന്നും ആ ഇഷ്യൂ ചെയ്യുന്നതിനാണ് റൈറ്റ് ഇഷ്യൂ എന്നൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൻ്റെ ലീഗൽ പ്രൊവിഷൻ ഒന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 62 subsection 1 of the Companies Act 2013, when the company wants to increase the subscribed capital, കമ്പനിയുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കമ്പനിക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ബൈ ഇഷ്യൂ ഓഫ് ഫർദർ ഷെയർസ്, കൂടുതൽ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട്, സച്ച് ഷെയർസ് മസ്റ്റ് ബി ഇഷ്യൂഡ് ഫസ്റ്റ് ടു ഓൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കണം ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുക. ഇത് അവരുടെ ഒരു പ്രിഎംപ്റ്റീവ് റൈറ്റ് ആണ്. എന്താ പ്രിഎംപ്റ്റീവ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്ക് ഓഫർ ചെയ്യുന്നതിന് മുമ്പായിട്ടും ഇവർക്ക് ഓഫർ ചെയ്തിരിക്കണം, ആദ്യം അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം എന്ന് പറഞ്ഞത് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ദെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ്. എന്താണോ അവരുടെ നിലവിലുള്ള ഷെയർ ഹോൾഡിങ്ങിൻ്റെ ആ ഒരു പ്രൊപ്പോർഷൻ, അനുപാതം അതിൽ തന്നെ കൊടുത്തിരിക്കണം. ഓക്കെ, അതായത് ഇപ്പം നിലവിൽ 1000 ഷെയർ കമ്പനിയിലുണ്ട്. ഓക്കെ, അതിൽ എയുടെ അടുത്ത് 250 ഷെയർ ഉണ്ട്, ബിയുടെ അടുത്ത് 500 ഷെയർ ഉണ്ട്, സീൻ്റെ അടുത്ത് 250 ഷെയർ ഉണ്ട്, ഡീൻ്റെ അടുത്തും 200 ഇങ്ങനെ 1000 ഷെയർ ഉണ്ട്. ഇങ്ങനെയാണുള്ളതെങ്കിൽ കമ്പനി പുതുതായിട്ട് 500 ഷെയർ റൈറ്റ് ഇഷ്യൂ ചെയ്തിട്ട് എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ 500 തോന്നുന്ന പോലെ കൊടുക്കാൻ പറ്റില്ല. ഈ സെയിം പ്രപ്പോർഷനിൽ കൊടുക്കണം. 1000 ഉണ്ടായിരുന്നപ്പോൾ 250 ആണെങ്കിൽ 500 കൊടുക്കുമ്പോൾ 125 കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ രണ്ടാക്കും 125, ഇവിടെ 250. ഈ പ്രപ്പോർഷനിൽ തന്നെ കൊടുത്തിരിക്കണം. അതാണ് എക്സിസ്റ്റിംഗ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപ്പോർഷനിൽ കേട്ടോ. ഓക്കെ, അങ്ങനെ തന്നെ കൊടുക്കണം എന്നുള്ളത്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻ വിച്ച് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് പ്രിഎംപ്റ്റീവ് റൈറ്റ് ടു സബ്സ്ക്രൈബ് ഫോർ ന്യൂ ഷെയർസ് ഈസ് കോൾഡ് റൈറ്റ് ഇഷ്യൂ. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഎംപ്റ്റീവ് ആയിട്ടുള്ള റേറ്റ് ഉണ്ടെങ്കിൽ, പ്രിഎംപ്റ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ മുൻപ് കിട്ടാനുള്ള അവകാശം, അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇങ്ങനെ റൈറ്റ് കിട്ടുമ്പോൾ അവരത് വാങ്ങണം നിർബന്ധമൊന്നുമില്ല. അവർക്ക് പല രീതിയിൽ ചെയ്യാം. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് മേ അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ റൈറ്റ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് 3 ഓപ്ഷൻസ് ഉണ്ട് ഇതിന് റൈറ്റ് ഇഷ്യൂ കിട്ടുമ്പോൾ. ഒന്നാമത്തേത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, രണ്ടാമത്തെ റിജക്റ്റ് ചെയ്യാം, മൂന്നാമത്തേത് എന്താ ചെയ്യുക, അവർക്ക് റിനൗൺസ് ചെയ്യുക. റിനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഹു ഡു നോട്ട് വിഷ് ടു ടേക്ക് അപ്പ് ദ റൈറ്റ് ഷെയർ ക്യാൻ സെൽ ദെയർ റൈറ്റ് ടു അനദർ പേഴ്സൺ. വേണമെങ്കിൽ ഇങ്ങനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് താല്പര്യമില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുക, റിനൗൺസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇഫ് ദ ഷെയർ ഹോൾഡേഴ്സ് നെയ്തർ സബ്സ്ക്രൈബ് ദ ഷെയർ നോ ട്രാൻസ്ഫർ ദ റൈറ്റ്, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല ട്രാൻസ്ഫറും ചെയ്യുന്നില്ല, ദെൻ ദ കമ്പനി ക്യാൻ ഓഫർ ദ ഷെയർ ടു ദ പബ്ലിക്. അങ്ങനെയാണെങ്കിൽ വാങ്ങുന്നില്ല, അവർ റിജക്റ്റും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് പുതിയ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇനി റൈറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രൊവിഷൻസാണ്, കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസാണ്. കമ്പനി ഇത് കൊടുക്കുന്ന സമയത്ത് എന്താണ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള. ആദ്യം റൈറ്റ് ഇഷ്യൂവിൻ്റെ ഓഫർ എന്ത് ചെയ്യണം, നോട്ടീസ് ഇടണം, നോട്ടീസ് കൊടുക്കും. ദ ഓഫർ ഷാൾ ബി മെയ്ഡ് ബൈ എ നോട്ടീസ് സ്പെസിഫൈങ് നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡ്, ടൈം ലിമിറ്റ് ഫോർ അക്സെപ്റ്റൻസ് ഓഫ് ദ ഓഫർ. എത്ര ഷെയർ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ എപ്പോഴാണ് ഇതിൻ്റെ ടൈം ലിമിറ്റ് തീരുക, എത്ര ദിവസം കൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇനി ടൈം ലിമിറ്റിൻ്റെ കാര്യത്തിൽ പറയുമ്പം 15 ദിവസത്തിൽ കുറയാൻ പറ്റില്ല, 30 ദിവസത്തിൽ കൂടാനും പറ്റില്ല. അക്സെപ്റ്റിംഗ് ദ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ ഷാൽ ബി നോട്ട് ലെസ് ദാൻ 15 days. 15 ദിവസത്തിൽ കുറവ് വേണം, 30 ദിവസത്തിൽ കൂടുതൽ
ഉണ്ടാവാനും പാടില്ല. 15 ദിവസത്തിൽ കുറവാകാനും പാടില്ല, 30 ദിവസത്തിൽ കൂടുതലാവാനും പാടില്ല. ഇഫ് ദ ഓഫർ ഈസ് നോട്ട് അക്സെപ്റ്റഡ് വിത്തിൻ ദ പീരിയഡ് സ്പെസിഫൈഡ്, ഈ ദിവസത്തിനുള്ളിൽ, അതായത് 15-30 ദിവസത്തിനുള്ളിൽ, ചിലപ്പോൾ 20 ദിവസമായിരിക്കും കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ആ ടൈം സ്പെസിഫൈഡിനുള്ളിൽ ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ ഡിക്ലൈൻഡ്, അത് റിജക്റ്റ് ചെയ്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കണക്കാക്കും. ഓക്കെ. റൈറ്റ് ഓഫ് റിനൗൺസിയേഷൻ, റിനൗൺസിയേഷൻ്റെ റൈറ്റ്, അതായത് നമ്മൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് റിനൗൺസ്മെൻറ്റ് എന്ന് പറയുക. ദ നോട്ടീസ് ഷാൽ സ്പെസിഫിക്കലി മെൻഷൻ ദാറ്റ് ദ ഷെയർ ഹോൾഡേഴ്സ് ഹാസ് റൈറ്റ് ടു റിനൗൺസ് ദ ഷെയർസ് റിനൗൺസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓഫേർഡ് ടു ഹിം ഈതർ ഹോളി, ഒന്നെങ്കിൽ മുഴുവൻ, 1000 ഷെയർ അയാൾക്ക് റിനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ അയാൾക്ക് റൈറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഷെയറും വേണമെങ്കിൽ റിനൗൺസ് ചെയ്യുക. ഇനി അതല്ല, അതിൻ്റെ പകുതിയായ 500 വേണമെങ്കിൽ എന്ത് ചെയ്യുക, റിനൗൺസ് ചെയ്യുക. ഇൻ ഫേവർ ഓഫ് എനി അതർ പേഴ്സൺ, ഏതൊരു മനുഷ്യനും ഏതൊരാൾക്കും എന്ത് ചെയ്യുക, റിനൗൺസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഡിസ്പോസൽ അൺസബ്സ്ക്രൈബ് ഷെയർ, ഇതൊക്കെ ആയി കഴിഞ്ഞാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ, അതായത് അക്സെപ്റ്റ് ചെയ്തില്ല, റിജക്റ്റും ചെയ്തില്ല, റിനൗൺസും ചെയ്തില്ല, ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അൺസബ്സ്ക്രൈബായ ഷെയർ ഉണ്ടല്ലോ, ഇതിനിപ്പോൾ എന്താ ചെയ്യുക, ഇത് കമ്പനി പബ്ലിക്കിന് കൊടുക്കും. അതാണ് പറയുന്നത്. ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ദ ടൈം മെൻഷൻഡ് ഇൻ ദ നോട്ടീസിൽ കൊടുത്തിട്ടുള്ള ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓർ ഓൺ എയർലിയർ ഇൻറ്റിമേഷൻ ഓഫ് ഡിക്ലൈൻ, അല്ലെങ്കിൽ ടൈം കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ മുമ്പ് തന്നെ ഒരാൾ എന്ത് ചെയ്തു, എനിക്കിത് വേണ്ടാന്ന് ഡിക്ലൈൻ ചെയ്യുന്ന ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേ ഡിസ്പോസ് ദ ഷെയർസ് ഇൻ സച്ച് മാനർ ആസ് മോസ്റ്റ് ബെനിഫിഷ്യൽ ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് കമ്പനി. അപ്പം ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ ഷെയർ ഡിസ്പോസ് ചെയ്യൽ എങ്ങനെ, കമ്പനിക്കും ഷെയർ ഹോൾഡേഴ്സിനും ഏതാണോ മോസ്റ്റ് ബെനിഫിഷ്യൽ മെത്തേഡ് ആ രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ആദ്യം നമ്മൾ ഒരു നോട്ടീസ് കൊടുക്കും. നോട്ടീസ് 15 ദിവസം മുതൽ 30 ദിവസം വരെ ആയിരിക്കും. പിന്നെ റൈറ്റ് ടു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിനൗൺസ് ചെയ്യാൻ പറ്റും. ഇത് ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിൽ അത് റെസ്പോൺസ് ഇല്ലെങ്കിൽ ഡീംഡ് ടു ബി ഡിക്ലൈൻഡ് ആണ്. പിന്നെ ലാസ്റ്റ് ബോർഡ് ഇത് എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്യും. ഇനി ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. അഡ്വാൻറ്റേജ്, കുറഞ്ഞ പ്രൈസിന് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. സാധാരണ മാർക്കറ്റ് വാല്യൂ ഒരു 100 രൂപ ഉണ്ടാകുമ്പോൾ റൈറ്റ് ഇഷ്യൂ സാധാരണ രീതിയിൽ 90 രൂപ അല്ലെങ്കിൽ 80 രൂപ ഒക്കെ രീതിയിലാണ് ചെയ്യാം. ഇഷ്യൂസ് മെയ്ഡ് അറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ കമ്പനി, ഡയറക്ഷൻ ഓഫ് ദ ഡയറക്ടേഴ്സിൻ്റെ ഡയറക്ഷനിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത്. ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരുടെ ഡയറക്ഷനിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജാണ്. ഇറ്റ് ഇംപ്രൂവ്സ് ദ ഇമേജ് ഓഫ് ദ കമ്പനീൻ്റെ ഇമേജ് പലപ്പോഴും എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. ഓക്കെ. റൈസിങ് ക്യാപിറ്റൽ ഈസ് മോർ സെർട്ടേൺ ദാൻ ഇൻ ദ കേസ് ഓഫ് പബ്ലിക് ഇഷ്യൂനേക്കാളും കുറച്ചും കൂടെ ഫണ്ട് കൂട്ടാൻ എന്ത് ചെയ്യും, നമുക്കൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ്. മോർ സെർട്ടേൺ, അനിശ്ചിതാവസ്ഥ എന്ത് ചെയ്യും, കുറയും. കുറച്ചും കൂടെ സുനിശ്ചിതമാണ് എന്നർത്ഥം, അതായത് ആൾക്കാർ വാങ്ങും എന്നുള്ളത്. കാരണം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനല്ലേ കൊടുക്കുന്നത്. നമ്മുടെ കമ്പനി നമുക്ക് ഓഫർ ചെയ്യുമ്പോൾ ഓൾറെഡി ഇവർക്ക് നമ്മുടെ കമ്പനിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോഴേ വാങ്ങാനുള്ള റേറ്റ് കൂടും എന്നുള്ളതാണ്. റേറ്റ് അല്ല, അതിൻ്റെ നിരക്ക് കൂടും എന്നുള്ളതാണ് ഉദ്ദേശം. അഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിന് എന്ത് ചെയ്യും, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് സാധനം കിട്ടും. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിസർവിങ് ദ കൺട്രോൾ ഓഫ് ദ കമ്പനി ഇൻ ദ ഹാൻഡ്സ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പം പുതിയ ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്യാതെ ഇവർക്ക് തന്നെ കൊടുക്കുന്നതുകൊണ്ട് കമ്പനിയിലുള്ള വോട്ടിംഗ് റൈറ്റൊക്കെ അവർക്ക് എന്ത് ചെയ്യുക, സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ തിയറി ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വാല്യൂ ഓഫ് റൈറ്റിൻ്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.